വീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ എവിടെയാണ് ഇത്തരത്തിലുള്ള തകരാറുകളുള്ളത് അത് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദർശം വളരെ വ്യക്തമാണ്, ആദർശം വളരെ കണിശമാണ്. അതൊരു CD കൊണ്ടുപോയി കൊടുത്തിട്ട് ഇവര് ജിന്നിറക്കുന്ന ആളുകളാണ്, മറ്റിന്റെ ആളുകളാണ്, മറിച്ചിന്റെ ആളുകളാണ്, നവയാഥാസ്ഥികരാണ്, അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നവരാണ്. ആ വേലയൊന്നും കേരള മുസ്ലിങ്ങൾ അംഗീകരിക്കില്ല. ഈ കാണുന്ന ജിന്ന് പൂജകരെയും ചെകുത്താൻ പൂജകരെയും അതിന്റെ പേരിൽ സമുദായത്തിൽ നടത്തിക്കൊണ്ടിരുന്ന മുഴുവൻ ചൂഷണങ്ങളെയും ഈ സമുദായത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അതേ അളവിൽ തന്നെ ആ ചെകുത്താന്മാരെ, ആ ജിന്നു സേവകരെ, ആ ജിന്നുകളെ വീണ്ടും ആളുകളുടെ മനസ്സുകളിലേക്ക് സീഡികൾ ഇറക്കിക്കൊണ്ട് ഇനിയും ഞങ്ങൾ പടഹധ്വനി മുഴക്കിക്കൊണ്ട്, കാഹളം മുഴക്കിക്കൊണ്ട് ശക്തമായി അഞ്ഞടിക്കും. എന്നാൽ നിങ്ങളുടെ ഹദീസ് നിഷേധം, ജിന്നുകളെ നിഷേധിക്കുന്ന, ചെകുത്താന്മാരെ നിഷേധിക്കുന്ന അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വളരെ വിഷമമില്ലാതെ നിങ്ങളുടെ മനസ്സിലേക്ക് കുടിയേറാനും നിങ്ങൾ തന്നെ സ്വന്തം അധീനത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ശബാബിൽ പണ്ടും ഇപ്പോഴും നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ചേഷ്ടകൾ കാണിക്കാൻ ഒരു തടസ്സവുമില്ലാതെ അങ്ങനെ ഒരു ജിന്നില്ല, ജിന്നിന് അങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ജിന്നുമായി ഏത് ചെകുത്താന്മാരുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് സമന്വയത്തിന്റെ പാത തേടിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന നിങ്ങൾ മുസ്ലിം സമുദായത്തെ ഈ ചെകുത്താന്മാർക്കും ഈ ജിന്നുകൾക്കും കടന്നു വന്നുകൊണ്ട് അവരുടെ ദുർബോധനങ്ങൾക്കും ചേഷ്ടകൾക്കും ഈ ആളുകളിൽ, വ്യക്തികളിലും കുടുംബങ്ങളിലും സ്വാധീനം ചെലുത്താൻ അവസരം കൊടുക്കുകയാണെങ്കിൽ ഈ ജിന്ന് പൂജക്കും ചെകുത്താൻ സേവക്കുമെതിരിൽ അതിനെ നിഷേധിക്കുന്ന പ്രവണതക്കുമെതിരിൽ ഒപ്പം ഒരുപോലെ ആഞ്ഞടിക്കേണ്ടി വരും. കൂടുതൽ ഞാൻ ഇപ്പോൾ എടുത്തു പറയുന്നില്ല. അത്തരത്തിലുള്ള എന്തെങ്കിലും അനാവശ്യമായ കുപ്രചരണങ്ങളുമായി നടക്കുകയാണ് എങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു സ്വഭാവമുണ്ട്. ആദർശപരമായി മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ രംഗത്ത് നിന്ന് തന്നെ കെട്ടുകെട്ടിക്കുക എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ പാരമ്പര്യമാണ്. കൊമ്പും തുമ്പിയുമായി വന്ന പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ പോലെയുള്ള ആളുകളെ, EK അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആളുകളെ, അതേ AP അബൂബക്കർ മുസ്ലിയാരെയും ഈ വാഴക്കാട് തന്നെയും പേരോടിനെ പോലുള്ള ആളുകള് ഇവിടെ അവർക്ക് സ്ഥാനമുറപ്പിക്കുന്നതിന് വേണ്ടി ഭഗീരഥ പ്രയത്നങ്ങൾ തന്നെ നടത്തിയിട്ടും സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. എന്നാൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ ആളുകള് എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും അവരുടെ CD-യുമായി എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നടക്കുന്നത്. അത് അവരോട് പറഞ്ഞാൽ മതി, അത് നമ്മളോട് പറയണ്ട എന്ന് മുമ്പ് ഇവിടെ വെച്ച് തന്നെ ഞാൻ പ്രസംഗിച്ചത് ഓർക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞു പോയവരാണ് ഇവിടെയുള്ള സമസ്തക്കാർ. മുജാഹിദ്